Thank God for the opportunity God has given me. ഞാൻ എല്ലായിരുന്നു സംസാരിക്കേണ്ടത്. നിങ്ങൾ പറഞ്ഞിരുന്നു ബ്രദറിൻ്റെ അങ്കിളിൻ്റെ ബ്രദറിൻ്റെ ആയിട്ടുള്ള അങ്കിൾ ഇന്ന് സംസാരിക്കും എന്ന് പറഞ്ഞിരുന്നു. ഞാൻ ആക്ച്വലി ഇവിടെ ആദ്യത്തെ മീറ്റിങ്ങിന് വന്നപ്പോൾ അങ്കിളായിരുന്നു സംസാരിച്ചിരുന്നത്. സോ ഐ വാസ് എക്സ്പെക്ടിങ് ഹിം ടു സ്പീക്ക്. അന്നാണ് ഞാൻ പറഞ്ഞത് ഇത്രയും വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു ഫെലോഷിപ്പാണിത്. അതൊരു ശരിക്കും ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു മോർ ദാൻ 40 years ഒരു ഇൻ്റർ ഡിനോമിനേഷണൽ പ്രെയർ ഒരു ബുദ്ധിമുട്ടും കൂടെ മുമ്പോട്ട് പോകുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ മിറാക്കിൾ. സോ നമ്മൾ കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഒരു പെർട്ടിക്കുലർ ഭാഗത്തു നിന്നായിരുന്നു. നമുക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇറ്റ്സ് ഫ്രം ജോൺ ചാപ്റ്റർ 3. ജോൺ ചാപ്റ്റർ 3 വേഴ്സ് 16. ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു കാണാതെ അറിയാവുന്നൊരു വാക്യമാണത്, അല്ലേ? എല്ലാം മിക്കവാറും അറിയത്തില്ല. ഫോർ ഗോഡ് സോ ലവ് ദ വേൾഡ് എന്ന് പറയുന്ന വാക്യം. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. ഞാൻ നിങ്ങളുടെ ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടി ചോദിക്കുകയാണ്. ജോൺ ചാപ്റ്റർ 3 വേഴ്സ് 16 എല്ലാവർക്കും അറിയാം കാണാതെ. എനിബഡി നോ ജോൺ ചാപ്റ്റർ 3 വേഴ്സ് 14 and 15 കാണാതെ? ബൈബിൾ നോക്കാതെ കുറെ സാധ്യതയില്ല. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ചോദിച്ചേക്കാം അത് എന്താണ് അതിൻ്റെ കാര്യം, വാട്ട് ഡസ് ഇറ്റ് മാറ്റർ? അത് അങ്ങനെ അറിയണമെന്ന് നിർബന്ധമില്ല, അല്ലേ? അതിനൊരു കാരണമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, ഇറ്റ്സ് എ കണ്ടിന്യൂസ് കോൺവെർസേഷൻ. യേശുക്രിസ്തുവും നിക്കോദിമോസ് എന്ന് പറഞ്ഞ വ്യക്തിയുമായിട്ടുള്ളൊരു കണ്ടിന്യൂസ് കോൺവെർസേഷനാണ്. അന്നേരം ഒരു കോൺവെർസേഷൻ്റെ ഇടയ്ക്ക് നിന്ന് എടുത്താലും ചിലപ്പോൾ കുഴപ്പമില്ല, വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ മീനിങ്. പക്ഷേ ചിലപ്പോൾ നമ്മളൊരു കോൺവെർസേഷനിൽ നിന്ന് ഒരു ഭാഗം മാത്രം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ കംപ്ലീറ്റ് മീനിങ് കിട്ടത്തില്ല. അന്നേരം പലരും ചിന്തിക്കുന്നത് ഈ ജോൺ ചാപ്റ്റർ 3:16 എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് വേഴ്സ് ആണെന്നാണ് പലരും ചിന്തിക്കുന്നത്. ഇറ്റ്സ് എ കംപ്ലീറ്റ് വേഴ്സ്. ഒരിക്കലും ഞാൻ ഒരിടത്ത് ചെന്നപ്പം ഒരു ചെറിയൊരു ബുക്ക് അതിലെഴുതിയിരിക്കുകയാണ് ഗോസ്പൽ ഇൻ 50 ലാംഗ്വേജസ്. ഞാൻ വിചാരിച്ചു ഗോസ്പൽ ഇൻ 50 ലാംഗ്വേജസ് ഇത്ര ഒരു ബുക്കിനകത്ത് തോന്നുമ്പോൾ ഞാൻ നോക്കിയപ്പം ജോൺ ചാപ്റ്റർ 3:16 50 ലാംഗ്വേജസ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ദേ ക്ലെയിം ദാറ്റ് ജോൺ ചാപ്റ്റർ 3:16 ഇസ് ദ ഗോസ്പൽ. സോ പക്ഷേ ആക്ച്വലി ജോൺ ചാപ്റ്റർ 3:16 എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ കംപ്ലീറ്റ് വേഴ്സ്. അത് നിങ്ങൾക്കറിയാമോ എങ്ങനെയാണത് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്? അത് ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് തുടങ്ങുന്നത്? ജോൺ ചാപ്റ്റർ 3:16 ഫോർ ഗോഡ് സോ ലവ് ദ വേൾഡ് എന്ന് പറഞ്ഞിട്ടാണ്, അല്ലേ? ഈ ഫോർ എന്നുള്ളത് എന്നെക്കാൾ കൂടുതൽ ഇംഗ്ലീഷ് അറിയാവുന്നവരാണ് ഇവിടെ ഉള്ളവർ. പക്ഷേ ഫോർ എന്നുള്ളതൊരു കൺജക്ഷനാണ്, അല്ലേ? ഒരു വാക്കുകൾ നമ്മൾ കണക്ട് ചെയ്യുന്നതാണ്. അന്നേരം മുകളിൽ പറഞ്ഞ എന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഫോർ. അന്നേരം ആ മുകളിൽ 14ഉം 15ഉം അതിൻ്റെ മുകളിലോട്ടുള്ള കോൺവെർസേഷൻ മനസ്സിലാക്കാതെ ജോൺ ചാപ്റ്റർ 3:16 മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ എന്താണ് അതിൽ കൂടി ആ റൈറ്റർ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് നമുക്ക് ചിലപ്പോൾ പിടികിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ 14ഉം 15ഉം ആർക്കെങ്കിലും കാണാതെ അറിയാമെന്ന് ചോദിച്ചത്. കാരണം 16 എല്ലാവർക്കും കാണാതെ അറിയാവുന്നതാണ്. അത് മാത്രമല്ല വേറൊരു വിഷയം കൂടിയുണ്ട്. ഈ വാക്യത്തിൽ നിന്ന് പലർക്കും തെറ്റിദ്ധരിച്ചിരിക്കുന്നൊരു വാക്യം, ഫോർ ഗോഡ് സോ ലവ് ദ വേൾഡ് എന്ന് പറയുമ്പോൾ ആ സോ എന്നുള്ള വാക്ക് പീപ്പിൾ തിങ്ക് അതിൻ്റെ അർത്ഥം സോ മച്ച് എന്നുള്ളതാണ്. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ആൾക്കാർ ഗോഡ് സോ ലവ് ദ വേൾഡ് എന്ന് കൈയൊക്കെ ഇങ്ങനെ വൈഡനായി കാണിക്കും, അല്ലേ? അതാണ് ഒരു ട്രഡീഷണലായിട്ട് നമ്മൾ ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷേ ആക്ച്വലി ആ സോ എന്നുള്ള വാക്ക് സോ മച്ച് എന്ന് ഉപയോഗിക്കാം. പക്ഷേ ആക്ച്വലി ആ സോ എന്നുള്ള വാക്ക് ദാറ്റ് വേ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഇങ്ങനെയൊക്കെ ആർക്ക് വേണമെങ്കിലും പറഞ്ഞുകൂടെ, അല്ലേ? അതിൻ്റെ ഒറിജിനൽ വാക്ക് ഹൗട്ടോസ് എന്നുള്ള വാക്കാണ്. അത് ദാറ്റ് വേ എന്നുള്ളത് മുകളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് ആർക്കും രക്ഷപ്പെടാൻ നോക്കത്തില്ല. ഇപ്പം ചാറ്റ് GPT ഒക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് പരിശോധിക്കാം. നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. ഞാൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യോഹന്നാൻ അവിടെ പറഞ്ഞിരിക്കുന്നത് ഗോഡ് ദാറ്റ് വേ ലവ് ദ വേൾഡ്. അന്നേരം ദാറ്റ് വേ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്ത് മനസ്സിലാക്കണം? മുകളിലത്തെ 2 വാക്യങ്ങൾ വായിച്ച് മനസ്സിലാക്കണം, അല്ലേ? മുകളിലത്തെ 2 വാക്യങ്ങളിലാണ് എങ്ങനെയാണ് ദൈവം ലോകത്തെ സ്നേഹിച്ചത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത്. അവിടെ പറഞ്ഞിരിക്കുകയാണ് മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ, ആസ് മോസസ് ലിഫ്റ്റഡ് അപ്പ് ദ സെർപ്പന്റ് ഇൻ ദ വിൽഡർനെസ്
ഈവൻ സോ മസ്റ്റ് ദ സൺ ഓഫ് മാൻ ബി ലിഫ്റ്റഡ്. അവിടെ ആ സോ എന്ന് പറയുന്നുണ്ട്, ആസ് സോ, അതേ അർത്ഥത്തിലാണ് താഴെ പറയുന്നത്. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ യേശുക്രിസ്തുവിനെ ക്രൂസിൽ ഉയർത്തിക്കൊണ്ടാണ് ദൈവം ലോകത്തെ സ്നേഹിച്ചത്. ദൈവം ലോകത്തെ സ്നേഹിച്ചത് എത്രമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയ സംഭവം യേശുക്രിസ്തു എക്സ്പ്ലെയിൻ ചെയ്യാണ്. അതായത് യേശുക്രിസ്തു ക്രൂശിൽ മനുഷ്യവർഗത്തിന്റെ പാപം ഏറ്റെടുത്തുകൊണ്ട് മരിച്ച് ഇൻ എക്സ്ചേഞ്ച് ദൈവത്തിന്റെ നിത്യജീവൻ നമുക്ക് നൽകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഇല്ലെങ്കിൽ ലോകത്തെ സ്നേഹിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, തന്റെ ഏകജാതനെ, ഫോർ ഗോഡ് സോ ലവ് ദ വേൾഡ് that he gave his only begotten son, that whoever believes in him shall not perish but have everlasting life. ഇതാണ് ആ വാക്യത്തിന്റെ ശരിക്കുള്ള അർത്ഥം. ഞാനൊരു ബൈബിൾ തിയോളജി ഒന്നും പറയാനായിട്ട് ശ്രമിച്ചാൽ, ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒന്ന് വിശദീകരിക്കാനായിട്ട് പറഞ്ഞിരുന്നുള്ളൂ. നേരെ ഞാൻ പറഞ്ഞിരുന്നു, ഇൻ ക്രോസ് ദൈവം ഒരു എക്സ്ചേഞ്ച് ഓഫർ മനുഷ്യരുടെ മുമ്പിൽ, ലോകത്തിന് മുമ്പിലേക്ക് വയ്ക്കുകയാണ്. നിങ്ങൾക്ക് പെരിഷാവാതിരിക്കാൻ വേണ്ടിയിട്ട് യേശു ക്രിസ്തു നിങ്ങളുടെ പാപം ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിൽ മരിച്ചു. ഇൻ എക്സ്ചേഞ്ച് ഹി ഈസ് റെഡി ടു ഗീവ് ഹിസ് എറ്റേണൽ ലൈഫ് ടു യു സോ ദാറ്റ് യു ക്യാൻ ഫ്രീലി റിസീവ് ദ സാൽവേഷൻ ആൻഡ് ജസ്റ്റിഫിക്കേഷൻ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് യേശു ക്രിസ്തു പറഞ്ഞ ഒരു ഉപമയിലേക്ക് ഞാൻ പോവുകയാണ്. പെട്ടെന്ന് അത് പറഞ്ഞിട്ട് മാത്യു ചാപ്റ്റർ 22. ഇതും വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഉപമയാണ്, പാരബിൾ ഓഫ് ദ വെഡ്ഡിങ് ഫീസ്റ്റ്. യേശു ക്രിസ്തു എപ്പോഴും, ജീസസ് ക്രൈസ്റ്റ് ഓൾവേസ് എപ്പോഴും പാരബിൾസിൽ കൂടിയാണ് കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിച്ചത്. എന്തുകൊണ്ടാണ് പാരബിൾസിൽ കൂടി യേശു ക്രിസ്തു കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചത്? അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേൾക്കുന്ന എല്ലാവർക്കും ഈ പറയുന്ന കാര്യം മനസ്സിലാവരുത്. അത് ഒരു കാരണമുണ്ട്, അത് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്. രണ്ട്, താല്പര്യമുള്ള ആൾക്കാർ, നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഈ പാരബിൾസ്, യേശു ക്രിസ്തു പറഞ്ഞ പാരബിൾസ് ഒട്ടുമിക്കതും ബൈബിളിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഇത് ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ കർത്താവ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതാണ്. അന്നേരം അതുകൊണ്ടാണ് പാരബിൾസിൽ കൂടി സംസാരിക്കുന്നത്. മാത്രമല്ല, ഈ പാരബിൾസിനെ പറ്റി ഈ തിയോളജിയൻസ് പൊതുവെ പറയുന്നത്, പാരബിൾസ് ആർ സ്റ്റോറീസ് വിത്ത് എ സ്റ്റിങ് ഇൻ ദ ടെയിൽ എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാരബിൾ കൂടി ആർക്കൊക്കെയോ ഇട്ടൊരു കുത്തു കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. കുത്തി പ്രസംഗിക്കുക എന്നുള്ളതല്ല, ചില മെസ്സേജുകൾ ആരുടെയെങ്കിലുമൊക്കെ ഹൃദയത്തിലൊന്ന് പിയേഴ്സ് ചെയ്യാനായിട്ടാണ് കർത്താവ് ഉദ്ദേശിച്ചിട്ടാണ് ഇത് പറയുന്നത്. ഇത് കേൾക്കുന്ന ഡയറക്റ്റ് ഹിയേഴ്സിന് പലപ്പോഴും ഇത് മനസ്സിലായിട്ടുമുണ്ട്. അന്നേരം നമ്മൾ ഈ മാത്യു ചാപ്റ്റർ 22 ആ പാരബിൾ തൊട്ടു മുകളിലത്തെ പാരബിൾ, ഒരു സീരീസ് ഓഫ് പാരബിൾ യേശുക്രിസ്തു പറഞ്ഞു വരുന്നതിൽ ഒരു പാരബിളാണിത്. തൊട്ടു മുകളിലത്തെ പാരബിൾ എന്ന് വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ അവസാനം പറയുന്നത് ഇങ്ങനെയാണ്, മാത്യു ചാപ്റ്റർ 21 വേഴ്സ് 45. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഈ പാരബിൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, വെൻ ദ ചീഫ് പ്രീസ്റ്റ് ആൻഡ് ദ ഫാരിസീസ് ഹേർഡ് ഹിസ് പാരബിൾസ് ദേ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഹി വാസ് സ്പീക്കിംഗ് അബൌട്ട് ദം. അവർക്ക് പിടികിട്ടി, അവർക്കിട്ടുള്ളൊരു കുത്തായിരുന്നു എന്ന് പിടികിട്ടി. പക്ഷെ അവരത് മാനസാന്തരപ്പെട്ടൊന്നുമില്ല. അവരെന്ത് ചെയ്തു? ഈ പ്രസംഗിച്ച ആളെ പിടിക്കാൻ ശ്രമിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തങ്ങളെ കൊണ്ട് പറയുന്നു എന്ന് അറിഞ്ഞ് അവനെ പിടിക്കാൻ അന്വേഷിച്ചു എന്നാണ് പറഞ്ഞത്. ഇറ്റ്സ് ഒരു മെസ്സേജിൽ കൂടി കേൾക്കുന്ന ആൾക്കാർക്ക് ചില മെസ്സേജുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. എന്നാൽ ഈ കണ്ടിന്യൂസ് ഒരു പാരബിൾസിന്റെ ഒരു സീരീസ് പറഞ്ഞു വരുമ്പോൾ കർത്താവ് ഒരു അടുത്ത ഉപമയാണ് യേശു പിന്നെയും അവരോട് ഉപമകളായി പ്രസ്താവിച്ചെന്നാൽ, സ്വർഗരാജ്യം തന്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശ്യം. ദ കിങ്ഡം ഓഫ് ഹെവൻ മേ ബി കമ്പയർഡ് ടു എ കിങ് ഹു ഗേവ് എ വെഡിങ് ഫീസ്റ്റ് ഫോർ ഹിസ് സൺ. ഒരു വെഡിങ് ഫീസ്റ്റിനെ പറ്റിയാണ് യേശു ക്രിസ്തുവോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വെഡിങ് ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അത് മാത്രമല്ല, ഒരു കിങ്ങിന്റെ വെഡിങ് ഫീസ്റ്റ്. അതെന്താണ്? കിങ്ഡം ഓഫ് ഗോഡ്, ദൈവത്തിന്റെ രാജ്യം എന്ന് പറയുന്നത് ഒരു വ്യക്തി, ഒരു എന്താ പറഞ്ഞിരിക്കുന്നത്, രാജകുമാരന്റെ വെഡ്ഡിങ് ഫീസ്റ്റിലേക്ക് കടക്കുന്ന പോലെ അത്രയ്ക്ക് സന്തോഷമുള്ള കാര്യമാണ്. സാധാരണ നമ്മൾ ഈ ഗോസ്പൽ അല്ലെങ്കിൽ കിങ്ഡം ഓഫ് ഗോഡ് ആൾക്കാർ പറയുമ്പോൾ പലരും എന്തോ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യത്തിലോട്ട് കയറുന്ന പോലെയാണ്, ഒരു കഷായം കുടിക്കുന്ന പോലെയാണ് സുവിശേഷം ആൾക്കാർ പറയുന്നത്. അങ്ങനെയല്ല, ശരിക്കും ഒരു സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് റോമൻസ് ചാപ്റ്റർ 13 പറഞ്ഞിരിക്കുന്നത്, കിങ്ഡം ഓഫ് ഗോഡ് ഈസ് നോട്ട് ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് ബട്ട് ഇറ്റ് ഈസ് പീസ്, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലും സന്തോഷമാണ്. പീസ്, ജോയ് ഇൻ ദ ഹോളി സ്പിരിറ്റ്, റൈച്ചസ്നസ്, പീസ് ആൻഡ് ജോയ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. അന്നേരം റൈച്ചസ്നസ്സും പീസും ജോയും ഒക്കെ ഉള്ളൊരു വലിയൊരു സന്തോഷത്തിലേക്കുള്ളൊരു കോളിംഗ് ആണ് കിങ്ഡം ഓഫ് ഗോഡിലോട്ടുള്ള വിളി. ഇത് കർത്താവ് പറയാണ് ആദ്യം. അവിടെ ഒരു പാരബിൾ കൂടി രാജാവിന്റെ പുത്രന്റെ കല്യാണത്തിലേക്ക് ഒരു ഇൻവിറ്റേഷൻ പോവുകയാണ്. നിങ്ങൾ ഈ പാരബിൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാവും.
ആക്ച്വലി ദാറ്റ് ഇൻവിറ്റേഷൻ ഗോയിങ് 3 times, 3 പ്രാവശ്യം ഒരേ കൂട്ടരെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അവിടെ ശ്രദ്ധിച്ചു വെച്ചാൽ മതി, അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഹി സെൻഡ് ഔട്ട് ദ സ്ലേവ്സ് ടു കോൾ ദോസ് ഹു ഹാഡ് ബീൻ ഇൻവൈറ്റഡ്. അന്നേരം ഇൻവൈറ്റ് ചെയ്തവരെ രണ്ടാമത് പിന്നെയും ആൾക്കാർ വിളിപ്പിച്ചു. അന്നേരം അവരത് റിജക്റ്റ് ചെയ്തപ്പം അവൻ പിന്നെയും മറ്റു ദാസന്മാരെ അയച്ചു, എൻ്റെ മുത്താഴം ഒഴുക്കി തീർത്തു. അഗെയിൻ ഹി സെൻഡ് അതർ സ്ലേവ്സ് സേയിങ്, tell those who have been invited, behold, I have prepared my dinner, my oxen and my fattened livestock have been butchered and everything is ready, come to the wedding feast. അന്നേരം നമ്മൾ ചിന്തിച്ചു നോക്കുക, ആരെങ്കിലും അങ്ങനെ ഒരു രാജാവിൻ്റെ പുത്രൻ്റെ കല്യാണത്തിന് ആൾക്കാരെ പുറകെ നടന്നു വിളിക്കുമോ? ഇല്ല. പക്ഷേ കിങ്ഡം ഓഫ് ഗോഡിലോട്ടുള്ള ഇൻവിറ്റേഷൻ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ആൾക്കാർക്ക് താല്പര്യമില്ല. ആൾക്കാർക്ക് താല്പര്യമില്ലാത്തതിൻ്റെ കാര്യം എന്താണ്? ആ രാജാവിൻ്റെ മകൻ്റെ കല്യാണത്തിന് പോകുന്നതിനേക്കാൾ അവർക്ക് താല്പര്യമുള്ള പല കാര്യങ്ങളും ഉണ്ട് അല്ലേ? അതിനകത്തൊക്കെയാണ് അവർ പറയുകയാണ്, അവരിത് കൂട്ടാക്കാതെ ഒരുത്തൻ തൻ്റെ നിലത്തിലേക്കും മറ്റൊരുത്തൻ തൻ്റെ വ്യാപാരത്തിലേക്കും പോയി കളഞ്ഞു. ദേ പെയ്ഡ് നോ അറ്റൻഷൻ ആൻഡ് വെന്റ് ദെയർ വേ, ആൻഡ് വൺ ടു ഹിസ് ഓൺ ഫാം, അനദർ ടു ഹിസ് ഓൺ ബിസിനസ്. അന്നേരം എല്ലാവർക്കും അവരുടെ കാര്യങ്ങൾ ആണ് പ്രധാനം. ദൈവത്തിൻ്റെ പുത്രൻ്റെ കല്യാണത്തിലേക്ക് വരുന്നത് താല്പര്യം. അന്നേരം ദേ വെന്റ് ദെയർ ഓൺ വേ. അത് മാത്രമല്ല, ഈ കല്യാണത്തിന് വിളിച്ച ആൾക്കാരെ ചിലർ പിടിച്ച് അപമാനിച്ച് കൊന്നുകളഞ്ഞു. ശേഷമുള്ളവർ അവൻ്റെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ച് കൊന്നുകളഞ്ഞു. ഇതിനൊരു ഹിസ്റ്റോറിക് ബാക്ക്ഗ്രൗണ്ട് ആണ്, ഞാനതിൽ വിശദീകരിക്കുന്നില്ല. ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് ജീസസ് കമ്മിങ് ടു ദ ജൂസ് ആൻഡ് ജൂസ് റിജക്റ്റിംഗ് ജീസസ് ആൻഡ് ദാറ്റ് പണിഷ്മെന്റ് ജൂസിന്റെ മേളിൽ AD 70 വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഇത് പറഞ്ഞത്. പക്ഷേ ഇറ്റ്സ് റിലവൻറ്റ് ടു അസ്. നമുക്കെങ്ങനെ ഇത് റിലവൻ്റ് ആണെന്നാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്, ഒരു ഹിസ്റ്ററി പറയുന്നതിനേക്കാൾ. അത് കഴിയുമ്പോൾ പിന്നെ ഈ ആദ്യത്തെ കൂട്ടരെടുത്തുള്ള ഇൻവിറ്റേഷൻ കഴിഞ്ഞിട്ട് പറയുകയാണ്, ആ ഇൻവിറ്റേഷൻ സ്പെസിഫിക് ആൾക്കാർക്കായിരുന്നു ആദ്യമെങ്കിൽ ദെൻ ഇറ്റ് ഈസ് ബിക്കമിങ് ഓപ്പൺ. ഒരു ഓപ്പൺ ഇൻവിറ്റേഷൻ എല്ലാവർക്കും കൂടി കൊടുക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും കല്യാണത്തിന് വരാമെന്ന് പറഞ്ഞ് ദാസന്മാരെ വിട്ടിട്ട് എല്ലാവരെയും വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ് 8ാമത്തെ വാക്യം, പിന്നെ അവൻ ദാസന്മാരോട്, മാത്യു ചാപ്റ്റർ 22:8 ഓൺവേർഡ്, ആ പാരബിളാണ് ഞാൻ വായിക്കുന്നത്. Then he said to his slaves, the wedding is ready, but those who were invited were not worthy. Go therefore to the main highways and as many as you find there, invite them to the wedding feast. അന്നേരം പറയേണ്ട ഈ ഓപ്പൺ ഇൻവിറ്റേഷൻ കൊടുക്കണം. ആർക്ക് വേണമെങ്കിലും രാജാവിൻ്റെ മകൻ്റെ കല്യാണത്തിന് വരും. ഇപ്പം ട്രംപിൻ്റെ ഒരു ഇൻവിറ്റേഷൻ എല്ലാവരെയും വിളിക്കുന്ന പോലെ. അങ്ങനെ ഇവർ പോയിട്ട് ആരെയൊക്കെയാണ് വിളിച്ചത്? അവർ ചെന്നിട്ട് ദാസന്മാർ പെരുവഴിയിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൊണ്ടുവന്നു. Then the slaves went out to the streets and gathered together all they found, both evil and good, and the wedding hall was filled with the guests. അല്ലേ? അങ്ങനെ ഒരു ഇൻവിറ്റേഷൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെഡ്ഡിങ് ഹാള് ഫുള്ള് ഫില്ലാവും. അന്നേരം ഒരു കണ്ടീഷനും ഇല്ല. നിങ്ങൾ നല്ലവരാണോ എന്നുള്ളതും വിഷയമില്ല, മോശമുള്ളതെന്നുള്ള വിഷയമില്ല, നിങ്ങളുടെ ഫാമിലി ഹിസ്റ്ററി വിഷയമില്ല. ആദ്യത്തെ അങ്ങനെയല്ലായിരുന്നു. ആദ്യത്തെ ഒരു സ്പെസിഫിക് ഗ്രൂപ്പിലേക്കായിരുന്നു പോയി. ഇത് നേരെ പോയി. പക്ഷേ ഇവിടെ നമ്മൾ പാരബിൾസ് വായിക്കുമ്പം ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ പറയാത്ത ചില കാര്യങ്ങൾ ഈ വരികൾക്കിടയിൽ കൂടെ വായിക്കാന്ന് പറയല്ലേ, ഈ റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ അതിൽ പറയാതെ തന്നെ നമുക്ക് മനസ്സിലാവും. അവിടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തു. ദ ഇൻവിറ്റേഷൻ വാസ് ഫ്രീ. പക്ഷേ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു അവൾ കയറുന്നതിന്. ദാറ്റ് കണ്ടീഷൻ, നിങ്ങൾ നല്ലവരാണെങ്കിലും മോശമാണെങ്കിലും യു നീഡ് ടു എക്സ്ചേഞ്ച് യുവർ ഡ്രസ് വിത്ത് ദ വെഡ്ഡിങ് ഡ്രസ് വിച്ച് ഈസ് ഗിവൺ ബൈ ദ ഫാദർ ഓർ രാജാവ് കൊടുക്കുന്ന ആ ഒരു ഡ്രസ്സ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് അതിലേക്ക് കയറാൻ പറ്റും. ദാറ്റ്സ് ഇറ്റ്സ് ലൈക്ക് എ കണ്ടീഷൻ. ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ഒറ്റ കല്യാണത്തിന്, ഇവിടുത്തെ കല്യാണത്തിന് ഉള്ള ഒരു ഫിലദൽഫിയയിലൊരു കല്യാണത്തിന് അവിടെ ചെന്നപ്പോഴാണ് എൻ്റെ കാര്യം മനസ്സിലായത്. ഇവിടെ എല്ലാം ഭയങ്കര ഓർഗനൈസ്ഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവിറ്റേഷൻ കാർഡുണ്ട്. ഈവൻ ഈ ടേബിൾ പോലും ആ കാർഡ് വെച്ചിട്ടാണ്, കൃത്യമായിട്ട് ആൾക്കാരുടെ പേരൊക്കെ വെച്ചിട്ടാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഒന്നും കയറി പറ്റാവത്തില്ല. ഞാനെന്തായാലും ആലോചിച്ച്, എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പം ഞാൻ പുനലൂരാണ് പഠിച്ചത്. അന്നേരം അവിടെ ഒരു സ്വയംവര ഹാൾ എന്ന് പറഞ്ഞൊരു ഹാളുണ്ട്. അന്നേരം അവിടെ എൻ്റെ കൂടെ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പം അവിടെ കല്യാണത്തിന് ഉണ്ണാൻ പോകണമെങ്കിൽ ഇതൊന്നും വേണ്ട, ഒരു നല്ല മുണ്ടും ഷർട്ടും മതി, ഇല്ലെങ്കിൽ ഒരു പാൻറ്റും ഷർട്ടും ഉണ്ടെങ്കിൽ ആർക്കും ഏത് കല്യാണത്തിനും കയറാം. അന്നേരം ചെറുക്കൻ്റെ വീട്ടുകാരായിരിക്കും പെണ്ണിൻ്റെ വീട്ടുകാരെ വിളിച്ചാണെന്ന് വിചാരിക്കും, പെണ്ണിൻ്റെ വീട്ടുകാരായിരിക്കും ചെറുക്കൻ്റെ വീട്ടുകാർ വിളിച്ചാണെന്ന് വിചാരിക്കും. നമുക്ക് കയറി
ഫുഡ് കഴിച്ചിട്ട് സുഖമായിട്ട് പോകും. ഞാനങ്ങനെ അധികം ഒന്നും പോയിട്ടൊന്നുമില്ല. പക്ഷെ ചിലർ സ്ഥിരം പോകുന്നില്ല. അന്നേരം അവിടെ അങ്ങനെ ഒരു വിഷയമില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അമേരിക്ക വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പരിപാടി നടക്കത്തില്ല. RSVP ഉണ്ട്, ഇൻവിറ്റേഷൻ ഉണ്ട്. അന്നേരം അതേപോലെ ഏകദേശം ഇതുപോലെയാണ്. അന്നേരം ഇൻവിറ്റേഷൻ ആർക്കും ചെല്ലാം, പക്ഷെ ഒരു ഫ്രീ എക്സ്ചേഞ്ച് അവിടെ വെച്ചിട്ടുണ്ട്. അത് ഇട്ടിട്ട് മാത്രമേ ആൾക്കകത്ത് കയറാനായിട്ട് കഴിയത്തുള്ളൂ. എന്നിട്ട് ആർക്കും പ്രശ്നം. ഒരു ഫ്രീ ഊണ് കൂടാതെ ഫ്രീ ഡ്രസ്സോടെ കിട്ടുമെങ്കിൽ ആരും പോയി കിടക്കത്തില്ല. എന്നിട്ട് എല്ലാവരും ഈ ഡ്രസ്സ് വാങ്ങിച്ചിട്ട് അകത്ത് കയറി എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എല്ലാവരും ഒരേപോലെ ഡ്രസ്സ് ഇട്ടിരിക്കുകയാണെങ്കിൽ ആരെങ്കിലും ഒരാൾ വേറെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയല്ലേ? ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ഒരേ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. ഒറ്റയാൾ മാത്രം. അന്നേരം എല്ലാവരും കയറിയെന്ന് മാത്രമല്ല, അവിടെ ഒരു ഇൻസ്പെക്ഷൻ നടന്നു. അതാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും കയറി കഴിഞ്ഞപ്പം വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്ത് വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്നത് when the king came to look over the dinner guest. അന്നേരം അവിടെയാണ് പ്രശ്നം വന്നത്. കിങ് വന്നിട്ടൊരു എല്ലാവരെയും ഒന്ന് പരിശോധിക്കുന്ന കാര്യമല്ല. ഒരു കൂട്ടത്തിൽ ഒരാൾ മാറി നിന്ന് കഴിഞ്ഞാൽ അന്നേരം ഒരാൾ നോക്കിയപ്പം ഒരാൾ എന്ത് ചെയ്തു? ഒരാൾ വെഡ്ഡിങ് ഡ്രസ്സ് ഇല്ലാതെ പറഞ്ഞാൽ ഡ്രസ്സുണ്ട്, പക്ഷെ വെഡ്ഡിങ് ഡ്രസ്സ് റിസീവ് ചെയ്യാതെ അകത്ത് കയറിയിരിക്കുന്നു എന്ന് കണ്ടു. നേരെ ഇയാളെ അകത്ത് വിളിച്ചിട്ട് രാജാവ് ചോദിക്കുകയാണ്, ഫ്രണ്ട്, വളരെ സ്നേഹത്തോടാണ് ചോദിക്കുന്നത്, ഹൗ ഡിഡ് യു കം ഇൻ ഹിയർ വിത്തൗട്ട് വെഡ്ഡിങ് ഡ്രസ്? ഇവിടെ ചോദിക്കുന്നത്, സ്നേഹിത, നീ എങ്ങനെ ഇതിൻ്റെ അകത്ത് കയറിയെന്ന് ചോദിക്കാം. സാധാരണഗതിയിൽ ഒരു കല്യാണത്തിന് ആരെങ്കിലും ആപത്തത്തിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മാക്സിമം ഒരു കാര്യം കഴിച്ചിട്ട് പോട്ടെന്നായിരിക്കും, ഇല്ലെങ്കിൽ മാക്സിമം കഴിക്കാതെ ഇറക്കി വിടും. പക്ഷെ ഇവിടെ അതല്ല നടന്നത്. ഈ രാജാവ് എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത വാക്യം പറഞ്ഞിരിക്കുന്നത്, രാജാവ് ശുശ്രൂഷക്കാരെടുത്ത് ഇവനെ കയ്യും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളയുവിൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാവും എന്ന് പറഞ്ഞു. Then the king said to the servants, bind him hand and foot and throw him into the outer darkness in the place where there will be weeping and gnashing of the teeth. ഒരു ആൻറ്റി ക്ലൈമാക്സിലേക്ക് കഥ പോവുകയാണ്. അതൊരു വളരെ മോശമാണല്ലേ? ഒരു കല്യാണത്തിന് അറിയാതെ ഇൻവിറ്റേഷൻ ചെന്നിട്ട് ഡ്രസ്സ് റിസീവ് ചെയ്യാതെ കയറിയാണ്. എന്തിനാണ്? ഇതാണ് യഥാർത്ഥത്തിൽ യേശുക്രിസ്തു ജോൺ ചാപ്റ്റർ 3:16 പറഞ്ഞിരിക്കുന്നത്. ഗോഡ് ഹാസ് പ്രിപ്പയർഡ്, ഇല്ലെങ്കിൽ ദൈവം ഒരു ഫ്രീ ഓഫർ എല്ലാവരുടെയും മുമ്പിൽ വയ്ക്കുകയാണ്. ദ ഓൺലി കണ്ടീഷൻ യു നീഡ് ടു ബി റെഡി ടു എക്സ്ചേഞ്ച് യുവർ ഡ്രസ് വിത്ത് ദ ഓഫർ ഡ്രസ്. ഇത് നമ്മൾ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഞാനിത് പേടിപ്പിക്കാൻ പറയുന്നത്, ഇറ്റ്സ് എ ഗോസ്പൽ മെസ്സേജ്, ഇറ്റ്സ് എ സിമ്പിൾ ABCD ഓഫ് ദ ഗോസ്പൽ. ഇഫ് യു റിജക്റ്റ്, ദാറ്റ് റിജക്ഷൻ വിൽ ടേക്ക് ദാറ്റ് പേഴ്സൺ ടു ഹെൽ. അതാണ് ജോൺ ചാപ്റ്റർ 3:16 പറഞ്ഞിരിക്കുന്നത്. ഓട്ടോമാറ്റിക്കലി ഹി വിൽ ബി റിജക്റ്റഡ്. ജോൺ ചാപ്റ്റർ 3:16. മേളത്തെ ഞാൻ പറഞ്ഞ പോലെ മേളത്തെ വാക്യങ്ങളൂടെ ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ജോൺ ചാപ്റ്റർ 3:16 പറഞ്ഞിരിക്കുകയാണ്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ നൽകേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിക്കുവാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. ഫോർ ഗോഡ് ഡിഡ് നോട്ട് സെൻഡ് ഹിസ് സൺ ടു ദ വേൾഡ് ടു ജഡ്ജ് ദ വേൾഡ്, ബട്ട് ദ വേൾഡ് മൈറ്റ് ബി സേവ്ഡ് ത്രൂ ഹിം. അന്നേരം ഈ ലോകത്തിലുള്ള വ്യക്തികൾ എല്ലാവരും ദേ ആർ അണ്ടർ എ ജഡ്ജ്മെന്റ്. അന്നേരം ജഡ്ജ് ചെയ്യാനായിട്ട് ഇനിയും ദൈവം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ദൈവം ചെയ്യുന്നത് ഒരു ഓഫർ വെക്കുകയാണ്, ഹൗ ടു പാസ് ഫ്രം ജഡ്ജ്മെന്റ് ടു ലൈഫ്. ആ ഓഫർ യേശുക്രിസ്തുവിനെ ക്രൂശിൽ ഉയർത്തിക്കൊണ്ട് ഗോഡ് ഈസ് ഗിവിങ് ആൻ എക്സ്ചേഞ്ച് ഓഫർ ടു എവ്രി വൺ. യു ക്യാൻ റിസീവ്. അത് റിസീവ് ചെയ്തില്ലെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. ഹി ഹു ബിലീവ്സ് ഇൻ ഹിം വിൽ നോട്ട് ബി ജഡ്ജ്, ബട്ട് ഹു ഡസ് നോട്ട് ബിലീവ് ഹിം ബീൻ ജഡ്ജ് ഓൾറെഡി. അന്നേരം ഞാൻ എന്താണ് പറയാൻ വെച്ച് കഴിഞ്ഞാൽ, ഈ ഡ്രസ്സ് സ്വീകരിക്കാത്ത വ്യക്തി, അന്നേരം നമ്മൾ ആ പാരബിൾ വായിച്ചപ്പം ശ്രദ്ധിച്ചു, നിങ്ങൾ ഇന്നലെ പിന്നീട് വായിച്ചാൽ മനസ്സിലാവും. ആ ഇൻവിറ്റേഷൻ പോയപ്പോൾ അവിടെ സ്പെസിഫിക്കലി പറയുന്നുണ്ട്, അവിടെ നല്ലവരെയും ദുഷ്ടന്മാരെയും വിളിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഈ ഡ്രസ്സ് റിസീവ് ചെയ്യാതെ വന്ന വ്യക്തി ഒരു നല്ല വ്യക്തിയായിരിക്കുമോ ദുഷ്ടനായിട്ടുള്ള വ്യക്തിയായിരിക്കും? എന്തായിരിക്കും നിങ്ങളുടെ ഒരു പോസിബിലിറ്റി, അതിനുള്ള എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? നല്ല വ്യക്തി അവിടെ പറഞ്ഞിട്ടുണ്ട്, ആകയാൽ വഴിത്തലയ്ക്കൽ ചെന്ന് കാണുന്നവരെയൊക്കെയും കല്യാണത്തിന് വിളിക്കുകയും ദാസന്മാർ പെരുവഴിയിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും കൂട്ടിക്കൊണ്ടുവന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അല്ലേ? ദ സ്ലേവ്സ് വെന്റ് ഔട്ട് ടു ദ സ്ട്രീറ്റ്സ് ആൻഡ് ഗ്യാതേർഡ് ടുഗദർ ബോത്ത് ഈവിൾ ആൻഡ് ഗുഡ്. അന്നേരം നല്ല ആൾക്കാരായിരിക്കുമോ മോശം ആൾക്കാരായിരിക്കുമോ ഈ ഡ്രസ്സ് സ്വീകരിക്കാതിരുന്നത്? നല്ല ആൾക്കാരായിരിക്കാം. അതിന് ഒരു ഗസ്സാണ്, അവിടെ പറഞ്ഞിട്ടൊന്നുമില്ല. എങ്ങനെ അറിയാം നല്ലത് ആൾക്കാരാണോ എന്നുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ജീസസ് ഈസ് ടോക്കിംഗ് ടു ഡയറക്റ്റ് അതിൻ്റെ ഓഡിയൻസ് ഉണ്ട്. ദാറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് നമ്മൾ മുകളിലും താഴെ വായിച്ചാൽ മനസ്സിലാവും. ഇറ്റ്സ് ടോക്കിംഗ് ടു ഫാരസീസ്. ഫാരസീസിൻ്റെ പ്രത്യേകത എന്താണ്? അത് തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്. അടുത്ത അധ്യായത്തിൽ തന്നെ ഈ കണ്ടിന്യൂസ് കോൺവെർസേഷൻ തന്നെ മുമ്പോട്ട് പോകുമ്പോൾ ഫാരസീസിൻ്റെ പറയുന്നുണ്ട്. മാത്യു ചാപ്റ്റർ 22 ആണ് നമ്മൾ വായിച്ചത്. 23 വേഴ്സ് 28. So you too outwardly appear righteous to men, but inwardly you are full of hypocrisy and lawlessness. അന്നേരം ഇത് ആരാണ് ശരിക്കും സത്യത്തിൽ ആരാണ് ദൈവത്തിൻ്റെ ഈ ഫ്രീ ഓഫർ റിജക്റ്റ് ചെയ്യുന്നത്? ദർ ക്യാൻ ബി ടു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ആരൊക്കെയാണ്? ജോൺ ചാപ്റ്റർ 3:16 പറയുന്നുണ്ട്, വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകൊണ്ട് അവർ ഇരുളിനെ സ്നേഹിച്ചു തന്നെ. അവിടെ പറഞ്ഞിരിക്കുന്നു അവരുടെ ഡീഡ്സ് ഈവിൾ ആയതുകൊണ്ട് ദേ ലവ്ഡ് ഡാർക്ക്നെസ്. ചില വ്യക്തികൾ ദേ ലവ് ടു ബി ഇൻ ദ ഡാർക്ക്നെസ്. ദേ ലവ് ദെയർ സിൻഫുൾ വേസ്. അവർക്കൊരിക്കലും ഈ റൈച്ചസ്നെസ് ഡ്രസ്സ് ധരിക്കാനായിട്ട് താല്പര്യമില്ല. സെക്കൻഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ദേ ലവ് സെൽഫ് റൈച്ചസ്നെസ്. ദർ ആർ two group of people in this world. One is self-righteous people. Second is the people who love unrighteousness. പക്ഷെ ഇവിടെ ആരെയാണ് ഉദ്ദേശിക്കുന്നത് പറയാൻ? ജീസസ് ഇസ് ടോക്കിംഗ് ടു പീപ്പിൾ ഹു ആർ സെൽഫ് റൈച്ചസ്. ആരാണ് സെൽഫ് റൈച്ചസ്? പീപ്പിൾ ഹു തിങ്ക് ദാറ്റ് ദേ ക്യാൻ ഗോ ടു ദ കിങ്ഡം ഓഫ് ഗോഡ് വിത്ത് ദെയർ ഓൺ ഡ്രസ്. അവരുടെ നല്ല പ്രവൃത്തികൾ കൊണ്ട്, അവരുടെ പ്രവൃത്തികൾക്കെല്ലാം മാർക്കിട്ടിട്ട് ദൈവം സ്വർഗത്തിൽ ദൈവത്തിൻ്റെ കിങ്ഡം ഓഫ് ഗോഡിലേക്ക് കയറ്റും എന്ന് ചിന്തിക്കുന്നവരാണ് സെൽഫ് റൈച്ചസ് പീപ്പിൾ. ദേ വിൽ നോട്ട് എൻ്റർ ദ കിങ്ഡം ഓഫ് ഗോഡ്. ഓർ ദ പീപ്പിൾ ഹു ലവ് ഡാർക്ക്നെസ്. അതേസമയം നമ്മളുടെ ഏത് പ്രവൃത്തി എങ്ങനെയാണെങ്കിലും ബൈ ഫെയ്ത്ത് വി ക്യാൻ എക്സ്ചേഞ്ച് അവർ ഡ്രസ് ആൻഡ് വി ക്യാൻ എൻ്റർ. ദാറ്റ്സ് എ ഗോസ്പൽ. ഞാൻ ഒരു പാരബിൾ കൂടെ ജസ്റ്റ് പറഞ്ഞിട്ട് നിർത്താം. ലൂക്ക് ചാപ്റ്റർ 18 യേശു ക്രിസ്തു വേറൊരു പാരബിൾ കൂടി പറയുന്നുണ്ട്. അതിൽ ഇതേപോലെ തന്നെ പറയുന്നത്. ലൂക്ക് ചാപ്റ്റർ 18 വേഴ്സ് 9 നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പാരബിളാണ്. ദ പാരബിൾ ഓഫ് ദ ഫാരസി ആൻഡ് ദ പബ്ലിക്കൻ. അവിടെ പറഞ്ഞിരിക്കുകയാണ് ജീസസ് ഈസ് ടോക്കിംഗ് അബൌട്ട് ടു പീപ്പിൾ. രണ്ടുപേരും ചർച്ചിൽ ചെന്നു, അല്ലെങ്കിൽ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോയി. ആൻഡ് ജീസസ് ഓൾസോ ടോൾഡ് ഹിസ് പാരബിൾ ടു സം പീപ്പിൾ ഹു ട്രസ്റ്റഡ് ഇൻ ദംസെൽഫ് ആൻഡ് ദാറ്റ് ദേ വേർ റൈച്ചസ് ആൻഡ് വ്യൂഡ് അതേഴ്സ് വിത്ത് കണ്ടംപ്റ്റ്. ഒരാൾ നമ്മൾ റൈച്ചസ് ആണെന്ന് നമ്മൾക്ക് തോന്നുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് തോന്നുന്ന വേറൊരു കാര്യം എന്താണെന്ന് അറിയാമോ? ബാക്കിയുള്ളവരെല്ലാം എന്താണ്? മോശക്കാരാണ്, അല്ലേ? രണ്ട് കൂട്ടർ പ്രാർത്ഥിക്കാനായിട്ട് പള്ളിയിൽ പോയി. രണ്ട് കൂട്ടരും പ്രാർത്ഥിച്ചു. അവരുടെ പ്രാർത്ഥന എഴുതിയിട്ടുണ്ട്. ഞാനൊരു ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ആദ്യത്തെ ആള് വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ച പ്രാർത്ഥന പറയുന്നത്, the Pharisee stood and prayed to himself, God, I thank you that I am not like other people, swindlers, unjust, adulterers, or even like this tax collector. I fast twice a week. I pay tithes of all that I get. But അന്നേരം ഇയാൾ ചെയ്ത കാര്യങ്ങൾ പറയാണ്. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, ഞാൻ പള്ളിയിൽ സ്ഥിരമായിട്ട് പോകുന്നു. നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പള്ളിയിൽ സ്ഥിരമായിട്ട് പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ഞാൻ ദാനം കൊടുക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഇതൊന്നും തെറ്റാണെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇതുകൊണ്ട് വിത്ത് ദിസ് റീസൺ എന്നെ ദൈവം അക്സെപ്റ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ എന്നെ ദൈവം എന്നെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള ചിന്തയിലാണ്. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കത്തില്ലല്ലേ? നമ്മളാരെങ്കിലും ഇപ്പോൾ ആരെങ്കിലും ഇവിടുത്തെ ആരെങ്കിലും പ്രാർത്ഥിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമോ? നമ്മുടെ ഒരു പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ പ്രാർത്ഥിക്കത്തില്ല, അല്ലേ? കാര്യം എന്താണെന്നറിയോ? നമുക്ക് അറിയാം ഈ പ്രാർത്ഥന തെറ്റാണ്. ആൾക്കാർ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഫാരിസിയാണെന്ന് മനസ്സിലാക്കുമെന്നും അറിയാവും. ഞാൻ പറഞ്ഞ് ജനറലി പറയുന്നേ ഉള്ളൂ, അല്ല ഇവിടെ സ്പെസിഫിക്കലി പറയുന്നതല്ല. ജനറലി നമ്മൾ ഈ പ്രാർത്ഥിക്കാത്തതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി നോ ദിസ് പ്രെയർ ഈസ് റോങ്. പക്ഷെ ആ വാക്കുകളല്ല ഇവിടുത്തെ പ്രശ്നം, ഇത് ആറ്റിറ്റ്യൂഡാണ്. ആറ്റിറ്റ്യൂഡ് എന്താണ്? ആറ്റിറ്റ്യൂഡ് അടുത്ത് വന്നിരിക്കുന്ന ആൾ ഐ എം നോട്ട് ലൈക്ക് ദിസ് പേഴ്സൺ. അതാണ് അവസാനം പറഞ്ഞിരിക്കുന്നത്. ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഐ ആം നോട്ട് ലൈക്ക് ദിസ് ടാക്സ് കളക്ടർ. ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് ഒരു സെൽഫ് റൈച്ചസ് ആളുടെ ആറ്റിറ്റ്യൂഡ്. പക്ഷേ പബ്ലിക്കൻ പ്രാർത്ഥിക്കുകയാണ്. പബ്ലിക്കൻ വന്നിട്ട് ബൈബിളിലെ ഏറ്റവും ഷോർട്ടസ്റ്റ് പ്രയറിലൊന്നാണ് ഈ പബ്ലിക്കൻ്റെ പ്രാർത്ഥന. അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, ഗോഡ് ബി മെഴ്സിഫുൾ ടു മീ ദ സിന്നർ. ഒറ്റ പ്രാർത്ഥന, ഗോഡ്
ബി മേഴ്സിഫുൾ ടു മീ. ദൈവമേ എന്നോട് കരുണയുണ്ടാവണം, എന്നോട് മേഴ്സി കാണിക്കണം എന്നൊരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ദ റിസൾട്ട് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഐ ടെൽ യു ദിസ് മാൻ വെൻ ടു ഹിസ് ഹൗസ് ജസ്റ്റിഫൈഡ് റാദർ ദാൻ ദ അതർ, ഫോർ എവ്രി വൺ ഹൂ എക്സോൾട്ട് ഹിംസെൽഫ് വിൽ ബി ഹംബിൾഡ് ആൻഡ് ഹൂ ഹംബിൾഡ് ഹിംസെൽഫ് വിൽ ബി എക്സോൾട്ടഡ്. അതായത് ഒരാൾ, രണ്ടുപേര് വന്നു. ആദ്യത്തെ ആൾ സെൽഫ് റൈച്ചസ് ആയിട്ട് വന്നു, സെൽഫ് റൈച്ചസ് ആയിട്ട് തന്നെ തിരിച്ചുപോയി. രണ്ടാമത്തെ ആൾ, he admitted that he is a sinner and he asked for mercy and he received righteousness. ചോദിച്ചതിനേക്കാൾ കൂടുതൽ കിട്ടി. He was ready to exchange his dress. ഞാൻ എന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, the gospel invitation is always open to public, to everyone. ആർക്കും ആ ഇൻവിറ്റേഷൻ റിസീവ് ചെയ്ത് we can exchange our dress and we can have the righteousness of Christ and we can stand before God at any time. നമ്മുടെ കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് പോകുന്നൊരു സ്ഥലം മാത്രമല്ല. അതാണ് ഞാൻ പറഞ്ഞത്, കിങ്ഡം ഓഫ് ഗോഡ് സ്റ്റാർട്ട്സ് ഹിയർ. വി ക്യാൻ സ്റ്റാൻഡ് ബിഫോർ ഗോഡ് വിത്ത് ദ റൈച്ചസ്നെസ് ഡ്രസ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് വി ക്യാൻ എൻ്റർ ഹെവൻ വിത്ത് ദ റൈച്ചസ്നെസ് ഓഫ് ക്രൈസ്റ്റ്. മേ ഗോഡ് ബ്ലെസ്. Thank you very much, Dino. That was a great message. Dino was accepting this talk only 2 days before. Dino പറഞ്ഞതുപോലെ തന്നെ മാത്യു അങ്കിളാണ് ഇവിടെ വരാമെന്ന് പറഞ്ഞിരുന്നത്. മാത്യു അങ്കിളിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ അത്ര നല്ലതല്ലാത്തതുകൊണ്ട് 2 ദിവസം മുമ്പ് അടുത്ത മാസം ഞാൻ വരാം എന്ന് അറിയിച്ചത് കൊണ്ട് ഞാൻ ജിനുവിനെ കോണ്ടാക്ട് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ 2 ദിവസം മാത്രം മുമ്പാണ് ഞാൻ ജിനുവിനോട് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞത്. ജിനു വളരെ സന്തോഷപൂർവ്വം അക്സെപ്റ്റ് ചെയ്തു. സോ മച്ച് താങ്ക് യു സോ മച്ച്. ഇനിയും അടുത്തത് ഞാൻ സുനിലിനെ വിളിക്കുന്നു. സുനിൽ, പ്ലീസ് കം ഫോർവേഡ് ആൻഡ് after that the announcements will be laid.